കവിൻ, മാഡം, മോൻ ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. എന്താ ദേവ്യാനി? എന്താ ഈ സമയത്ത് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്? അതും ഡാൻസ് കളിച്ചോണ്ട്. ഒരുപക്ഷെ ഇത്രയും നേരം സിനിമാ പാട്ടും പാടി ഡാൻസും ചെയ്തോണ്ടിരുന്നവൻ നമ്മളെല്ലാം കണ്ടപ്പോഴേക്കും സബ്ജക്റ്റ് പാട്ടായിട്ട് പാടുന്നതാണോ? കറക്റ്റ് ആണ് പറഞ്ഞത് പൂജ മാഡം. കൊച്ചു സാർ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാ. കവിൻ, എന്താ അത്? കവിമോനെ, ഈ പാട്ട് പാടുന്നൊന്ന് നിർത്തുവോ? ഒന്ന് നിർത്തടാ. ഇവിടെ എന്തോ നീ കാണിക്കുന്നേ? ഒന്നെങ്കിൽ സബ്ജക്ട് എടുത്ത് വെച്ച് വായിക്കണം, അല്ലെങ്കിലേ സിനിമാ പാട്ട് പാടണം, അല്ലെങ്കിൽ ടി വി കാണുന്ന പാട്ടിന് ഡാൻസ് ചെയ്യണം. അത് ചെയ്യാതെ എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുക. അതെ സാർ, കവിമോൻ ചെയ്യുന്നത് ശർക്കര പായസത്തിൽ രസം ഒഴിച്ച് അതിന്റെ മുകളിൽ ഇഞ്ചി കഷായം ഒഴിച്ചതുപോലെ ഉണ്ട്. നീ വാ തുറന്നാലേ വഷളത്തരവാ. വാ എന്നടക്കേ. കവിൻ, നിന്നോട് ഞാൻ ചോദിക്കുന്നേ, നിന്നെ കാണാതായിട്ട് ഞങ്ങൾ എത്ര പേര് എവിടെയെല്ലാം അന്വേഷിച്ചെന്ന് അറിയോ നിനക്ക്? എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. നീ ആരും അറിയാതെ ഇവിടെ വന്ന് നിന്നിട്ട് സ്കൂളിലുള്ള പാഠങ്ങളെല്ലാം പാട്ടായിട്ട് പാടി ഡാൻസ് ചെയ്ത് കളിച്ചോണ്ടിരിക്കുക. കവിൻ, പഠിത്തം സരസ്വതിയുടെ അനുഗ്രഹം. അതിനെങ്ങനെ കളിയാക്കാനൊന്നും പാടില്ല. നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പഠിത്തത്തെ കളിയാക്കുന്നൊന്നല്ല. അതുപോലെ ഞാൻ സിനിമാ പാട്ടും പാടിയില്ല. ഇത് വേണേ നേരെ നോക്കിക്കോ. ഇതെനിക്ക് പഠിക്കാനുള്ള പുസ്തക. ഈസി ആയിട്ട് മൈൻഡിൽ കേറണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാട്ട് പാടിയും ഡാൻസ് ചെയ്തും അങ്ങനെയൊക്കെ പഠിക്കണമെന്ന് നിലയുടെ അമ്മയെ പറഞ്ഞേ. എന്താണ് നീ പറയുന്നേ? അതെ അച്ഛാ, നിലയുടെ അമ്മ എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത്. കേട്ടപ്പോ എനിക്കും ഐഡിയ നല്ലതാന്ന് തോന്നി. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാൻ നാളെ ക്ലാസ്സിൽ ടെസ്റ്റും ഉണ്ട്. അപ്പൊ അതിന്റെ ഉത്തരങ്ങള് ആ സ്റ്റൈലിൽ പഠിച്ച് തലേ കയറ്റുക. ഇങ്ങനെ ചെയ്താ ഉള്ളതും കൂടി അങ്ങ് പോവല്ലോ സാറേ. എനിക്ക് അങ്ങനെയൊന്നും വരത്തില്ല. എനിക്ക് നല്ല ബോധമുണ്ട്. നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് എന്നെ കുഴപ്പിക്കല്ലേ. അച്ഛാ വെയിറ്റ് ചെയ്. കളിയാക്കല് മൊത്തം ഒന്നും തീർക്കല്ലേ. കുറച്ച് ബാലൻസ് വെച്ചേക്ക്. നാളെ ഞാൻ ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വരട്ടെ. ഫുൾ മാർക്ക് വാങ്ങി ഞാൻ വന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കളിയാക്കി അങ്ങ് കൊന്നേക്ക്. അതുവരെയും ഷട്ട് അപ്പ് യുവർ മൗത്ത്. ആരും മിണ്ടണ്ട. അച്ഛമ്മേ, പറയ് കവിൻ. ഒരുപക്ഷെ നിലയുടെ അമ്മ പറഞ്ഞതുപോലെ നാളത്തെ ടെസ്റ്റിൽ ഞാൻ ഫുൾ മാർക്ക് വാങ്ങിയാ മറക്കാതെ അവർക്ക് ട്രീറ്റ് കൊടുക്കണം. നില, ഉറങ്ങാതെ നീ എന്താ ചെയ്യുന്നേ? നില, എന്തു പറ്റി? എന്താ ഉറങ്ങാത്തെ? പറയും മോളെ. ഏയ് നിലമോളെ, നിന്നോടല്ലേ ചോദിക്കുന്നേ? ഒന്നും പറയാതെ ഇങ്ങനെ മുഖം തിരിച്ച എന്താ അർത്ഥം? സമയം എന്തായി നോക്ക്. ഇനി ഉറങ്ങാതെ എന്താ ചെയ്യുന്നേ? അമ്മ എന്നോടൊന്നും പറയണ്ട. ഏയ് എന്തിനാ എന്നോട് പെണ്ണുങ്ങുന്നേ? എന്തു പറ്റി മോൾക്ക്? അമ്മോട് എന്തിനാ ദേഷ്യം നിനക്ക്? എടി നിലമോളെ പറയേ. മോളോടല്ലേ ചോദിക്കുന്നേ? പറ. എന്നോട് എന്തിനാ ദേഷ്യം? എന്തിനാ എന്നോട് പിണങ്ങുന്നേ? നില,
ഏയ് നിക്ക നില നില മോളെ എങ്ങോട്ടാ പോകുന്നേ നില